നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കേരളത്തിലെ LBS, PNC മാക്ക്, CPAS, MCSFNC തുടങ്ങിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ഇത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹയസ്റ്റ് റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ് ഉള്ള കോട്ട ബേസ് നോക്കിക്കഴിഞ്ഞാലാണെങ്കിൽ പോലും അത് കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിനായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളിൽ ഇപ്പോഴും അഡ്മിഷൻസ് തുടരുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന അങ്ങനെ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളം കോളേജുകളിൽ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള പാക്കേജുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ആ കോളേജിന് എല്ലാവിധ അഫിലിയേഷൻസ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, അതുപോലെ തന്നെ കോളേജിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ സൗകര്യമുണ്ടോ, അതുപോലെ തന്നെ കോളേജ് എത്ര നാളായിട്ടുള്ളതാണ്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം കുട്ടികൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, കർണാടക സ്റ്റേറ്റിലേക്ക് നോക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കർണാടക സ്റ്റേറ്റ് നടത്തിയിരിക്കുന്ന KCET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റ് നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ് വൈസ് എൻട്രൻസ് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ആണെങ്കിൽ യാതൊരുവിധ എൻട്രൻസിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. അവിടുത്തെ കോളേജുകളെ പറ്റിയും മറ്റ് അഡ്മിഷനെ പറ്റിയും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.